നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ 3-4 മാസത്തിന് ശേഷം അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടുന്നതിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇതൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കം എന്താണ് എൻ്റെ ഒരു പുതിയ പ്രൊഫഷൻ എന്നുകൂടിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 3-4 മാസം മുമ്പ് നിങ്ങൾക്കറിയാം എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അതിനു മുമ്പ് തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി പോയത് ഒരു സമയമാണ് ഫുൾ ടൈം ഇറങ്ങി ഇത് തീർക്കാൻ എന്ന് കരുതിയിട്ട് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി ചെയ്യായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മൾ കാനഡയിൽ വീടുകൾ വാങ്ങുമ്പോഴത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമുക്കുണ്ടാവും. അത് നമ്മുടെ ഒരു ജേർണി, ബിക്കോസ് ഇത് ഒരുപാട് പേപ്പർ വർക്ക്സ് ആൻഡ് ലീഗൽ മാറ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ജേർണി സ്മൂത്ത് ആക്കാൻ വേണ്ടി ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നിങ്ങൾക്കുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു 5-6 കോഴ്സുകൾ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് എക്സാം ഒക്കെ എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ ഞാൻ സക്സസ്ഫുള്ളി ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരിക്കുകയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങും. കോഴ്സ് 4 എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അത് ഇച്ചിരി ടഫാണ്. ബിക്കോസ് വന്ന എക്സാമുകളിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു ലാസ്റ്റ് എക്സാം. അത് ഞാൻ എഴുതാൻ പോയി അന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ട് പോവാ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ എക്സാം കഴിഞ്ഞു. 2 ഓപ്ഷൻ ഉണ്ട്, 2 ചാൻസ് ഉണ്ട് റൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അത് തന്നെ കിട്ടിയാൽ നല്ലതായിരുന്നു. എന്തായാലും എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ റിസൾട്ട് വരും. അപ്പം ഹോപ്പ്ഫുള്ളി പാസ്സാവുമായിരിക്കും. കുഴപ്പമില്ലായിരുന്നു എക്സാം. ഞാൻ നേരത്തെ തീർന്നെങ്കിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഹായ്. അപ്പം ഞാൻ എന്താ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്നു, ലഞ്ചൊക്കെ കഴിച്ചു. ഒരു മിനിറ്റ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിലെത്തി, ലഞ്ചൊക്കെ കഴിച്ചു, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇനി റിസൾട്ട് വരാനായിട്ട് വെറും ഒരു 6 മണിക്കൂർ. ആ റിസൾട്ടോടു കൂടി ഈ കോഴ്സ് ഞാൻ ഒഫീഷ്യലി, ഒരു കോഴ്സ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട്. പക്ഷെ അത് ഇത്ര വലിയ ഭയങ്കര പാടുള്ള ഒരു എക്സാം ഒന്നുമില്ല. ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും പാട്. അടുത്തത് വളരെ സിമ്പിളായിട്ട് കടന്നു പോകും. സോ ഇത് കഴിഞ്ഞാൽ ഞാൻ ഒഫീഷ്യലി ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇനിയുള്ള 2 കോഴ്സ് മേ ബി 2 വീക്സിലോ ഓർ 1 വീക്കിൽ തീർക്കാവുന്നേ ഉള്ളൂ. അത്രയും എളുപ്പമാണ്. ആക്ച്വലി ആ ഒരു കാര്യം വളരെ സിമ്പിളാണ്. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തന്നെ ഒരു പ്രഷർ ഞാൻ കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അധികം ആരോടും പറയാഞ്ഞത്. അപ്പം നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരും. ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പേർക്ക് പറഞ്ഞായിരുന്നു ഞാൻ കാനഡയിൽ പോകാമെന്ന്. പിന്നെ ഞാൻ കാനഡയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവരെ എന്നോട് പോകാറായില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. സോ അതേ കണക്കൊരു പ്രഷർ വരണ്ട, ഞാനായിട്ട് കൊണ്ട് എനിക്ക് തന്നെ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അധികം ആരോടും പറയാഞ്ഞത്. വളരെ തുച്ഛം ചുറ്റുമുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബിക്കോസ് എൻ്റെ ഡെയിലി ലൈഫിൽ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാർ ഉണ്ട്. അവരോട് മാത്രമാണ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ട കോഴ്സാണ്. പക്ഷേ നമുക്ക് എത്ര ഫാസ്റ്റായിട്ടാണോ പഠിക്കുന്നത് അതനുസരിച്ച് വേഗം ഫിനിഷ് ചെയ്യാവുന്നതാണ്. ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള ടോപ്പിക്കാണ്. ചിലതൊക്കെ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും. അമ്മാതിരിയാണ്. നമ്മൾ ഒരു തവണ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് പിന്നെയും വാങ്ങണം. അതിനൊക്കെ ഒരുപാട് പൈസയാവും. സോ നമ്മളൊക്കെ തല കുത്തി നിന്ന് ആദ്യത്തെ ട്രയൽ തന്നെ ജയിക്കാൻ വേണ്ടി പഠിക്കണം. അന്നേരം ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ടഫാണ്. ഈ പൈസ കൊടുക്കേണ്ട എത്ര വേണമെങ്കിലും എഴുതാമെന്നാണെങ്കിൽ കുറച്ച് ലേസി ആയിട്ടൊക്കെ നമ്മൾ പോവും. അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്കൊരു പ്രഷർ തരുന്നത് ഭയങ്കര പൈസയാണ്. ഞാനിപ്പം പഠിച്ച് മൊത്തത്തിൽ കോഴ്സ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കൊരു 5,000 അടുപ്പിച്ചെങ്കിലും ആയിട്ടുണ്ടാവണം. എക്സാംസ്, കോഴ്സ്, പിന്നെ മെറ്റീരിയൽ, വെളിയിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് പഠിക്കുന്നുണ്ട്. അതിനെല്ലാം കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു $5,000 ആയി. പഠിച്ചിട്ട് ഞാൻ കറക്റ്റ് എമൗണ്ട് എത്രയെന്ന് നോക്കിയിട്ടില്ല. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം എത്രയായെന്നുള്ളത്.
അപ്പോൾ അത്രയും ഡോളർ ആയി പഠിച്ചിറങ്ങാനായിട്ട്. 2 വർഷമേ ഉള്ളൂ ആകെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ 2 വർഷം എന്ന് പറയാൻ കണ്ണടച്ചു വേണമെങ്കിൽ പോകും. ഞാൻ ലെസ് ദാൻ an year മാത്രമേ എടുത്തിട്ടുള്ളത്. എനിക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു, മെറ്റേണിറ്റി ലീവിലായിരുന്നു. ആൻഡ് ജിലുവിനെ ഡേ കെയറിലാക്കി. ഞാൻ കുറച്ചുകൂടി ഇൻറ്റൻസ് ടോപ്പിക്കിലൊക്കെ ഇറങ്ങി. ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കോഴ്സൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ജിലുവിനെ ഡേ കെയറിലാക്കി. സോ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യുന്നവർ പ്ലസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് കോഴ്സ് ചെയ്യുന്നവർക്ക് ആണ് കൂടുതൽ ഇത് ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഫുൾ ടൈം ആയിട്ട് പഠിക്കാതിരിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. സോ അതങ്ങനെ കഴിഞ്ഞു. രജിസ്ട്രേഷനായി എന്ന് കരുതിയിട്ട് കാര്യമില്ല. ഇനി മാർക്കറ്റിംഗ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ബ്രോക്കറേജിൽ കയറുക എന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ് ഞാൻ ചെന്നിട്ടല്ല വിൽക്കേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കറേജോ ഏതെങ്കിലും ഒരു സപ്പോർട്ട് വേണം. ഇവിടെ ഒരുപാട് ബ്രോക്കറേജുകളുണ്ട്. റീമാക്സ് അങ്ങനെ തുടങ്ങി ഒരുപാട്. റീമാക്സ് ആണ് അറിയാവുന്നതിൽ വലിയൊരു ബ്രോക്കറേജ് എന്ന് എനിക്ക് തോന്നുന്നു. പലയിടത്തും റീമാക്സിൻ്റെ ബ്രോക്കറേജുകൾ കാണാറുണ്ട്. അപ്പം റീമാക്സ് അല്ലാതെ 21, 21st Century അങ്ങനെ തുടങ്ങി ഒരുപാട് ബ്രോക്കറേജുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ബ്രോക്കറേജ് ആൻഡ് ബിഗിനർ ആയിട്ടുള്ള എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രോക്കറേജിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്യും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് ബ്രോക്കറേജ് വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പം നമ്മളാണ് ബ്രോക്കറേജിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർ നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു നിങ്ങൾ ചേരുന്നോ എന്ന് ചോദിക്കും. ഞാൻ കോഴ്സ് ലാസ്റ്റത്തെ ഒരു കോഴ്സുണ്ട്, ഒരു തേർഡ് ഒരു സ്റ്റിമുലേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബ്രോക്കറേജിലൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലയിടത്തും പല അഭിപ്രായങ്ങളാണ്. അപ്പം നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നടന്ന് പോകുന്നു. അപ്പം ഇന്ന് 6 മണിക്ക്, ഇന്ന് രാത്രി 12 മണിയാകുമ്പം നമുക്ക് റിസൾട്ട് വരും. അതോടുകൂടി നമുക്ക് തീരുമാനിക്കാം. യെസ്, നമുക്ക് ഉടനെ തന്നെ ഒരു ബ്രോക്കറേജ് തപ്പിയെടുക്കണം, അവിടെ ജോയിൻ ചെയ്യണം, ജോലി ചെയ്യണം ആൻഡ് മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എക്സാം പാസ്സായി, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വർക്ക് എന്ന രീതിയിൽ മുമ്പോട്ട് ഇറങ്ങും. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഓർ ഫാമിലി കാനഡ ഒണ്ടാരിയോയിലുണ്ടെങ്കിൽ എന്നെ സജസ്റ്റ് ചെയ്യുക. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിട്ട് അവർക്ക് വീട് വാങ്ങിക്കാനോ വിൽക്കാനോ ലീസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് അതിൻ്റെ പണിയായിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഒരുപാട് എന്താ പറയുക, നമ്മളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കത്തില്ലേ, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആകുക, ഇങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കുക, അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഞാൻ 100% കൊടുത്തായിരിക്കും ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊഫഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലിയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു ജോലിക്ക് കയറുന്നതിന് മുമ്പേ പല കാര്യങ്ങളും ആഗ്രഹിച്ചു പോയെങ്കിലും പക്ഷേ അവിടെ ചെല്ലുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിന്നിട്ട് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും എപ്പോഴും. നമ്മൾ അത്രയ്ക്ക് മുകളിലോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ഇതിൽ ഫുൾ കൺട്രോൾ നമുക്കുണ്ട്. സോ അങ്ങനെ ഫുൾ കൺട്രോളോടെ ഒരു ജോബ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ അത് ഞാൻ ഇവിടെ നിന്ന് സക്സീഡ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സാണ്. എൻ്റെ ഒരു ഡ്രീമിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് എനിക്ക് 30 വയസ്സ് തികഞ്ഞത്. പക്ഷേ ആ സമയം തൊട്ട് ആ 30 വയസ്സാവുന്ന സമയം വരെ എനിക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു. ഒരു 30 ആകാൻ പോകുന്നു എന്നൊരു പ്രത്യേക ഒരു ആൻസൈറ്റി. അത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നോ. ഞാൻ സംസാരിച്ചപ്പോൾ മിക്കവരും തന്നെ ഈ 30s എത്തുന്നതിന് മുമ്പ് ഒരു ആൻസൈറ്റി കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു ഏജ് വിട്ടു പോകുന്നതിന്, ബിക്കോസ് 20 എത്തുന്നത് നമ്മളെ എക്സൈറ്റ്മെൻറ്റിലാണ് 20s എത്തുന്നത്. സ്കൂൾ കഴിയണം, കോളേജ് കഴിയണം, 20s എത്തണം, വളരെ മെച്യൂർഡായി എന്നൊക്കെ ഒരു ഫീലൊക്കെ വെക്കും. പക്ഷെ 30s ചെല്ലുന്നത് നമ്മൾ ഭയങ്കര വിഷമിച്ചിട്ടാണ്. അത് ഞാൻ മാത്രമല്ല, ഞാൻ ഒരുപാട് പേർക്ക് സംസാരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു 30s എത്താനായിട്ട്. സോ നമ്മൾ അതല്ല പറയുന്നത്. 30s എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തു തീർത്തില്ല എന്നുള്ളത്. പക്ഷേ 30 ആ ഒരു ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി 30യുടെ പവർ ഞാൻ മനസ്സിലാക്കിയത്.
ബിക്കോസ് അതൊരു ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഒരു ആൻസൈറ്റി നമുക്ക് കൊണ്ട് തരുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പവറാണ്. ആ ഒരു പവർ കിടന്ന് കത്തിയിട്ടാണ് ഞാൻ ദാ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇനി എനിക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് ഈ വർഷവും അടുത്ത വർഷമായിട്ട്. സോ അത് ഞാൻ കീപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓൺലൈൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടി നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം അതേപോലെ നടക്കും. അങ്ങനെ ഒരു വർഷമായി മാറട്ടെ ഇത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് യൂട്യൂബും എൻ്റെ ലിസ്റ്റിലുള്ളൊരു കാര്യമാണ്. എന്തോ ഒരു കാരണം കൊണ്ട്, എന്താണെന്ന് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ കണ്ടന്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ അതെനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു സാധനം എന്നെ പുറകിലേക്ക് വലിക്കുന്നു. അതെനിക്ക് കണ്ടുപിടിക്കണം, അത് സോൾവ് ചെയ്യണം. എന്നിട്ട് ഞാൻ പുതിയ കോണ്ടന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് തലയിൽ ഇങ്ങനെ ഓടുകയാണ്. അതെല്ലാം കൂടി വരുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ തന്ന കണക്കത്തെ ഒരു സപ്പോർട്ട് തന്നെ എല്ലാത്തിലും വേണം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഞാൻ കൂടുതൽ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നുണ്ടാവുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഹോപ്പ്ഫുള്ളി ഞാൻ എൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ.